ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീവിജയ. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ അഭിമാനമുയർത്തി ആദിത്യ L1 ലക്ഷ്യത്തിൽ, അഭിനന്ദിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. ജയ്പൂരിൽ നടക്കുന്ന DGPമാരുടെയും ഇൻസ്പെക്ടർ ജനറൽമാരുടെയും അഖിലേന്ത്യാ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നും പങ്കെടുക്കും. കടൽക്കൊള്ളയും ഡ്രോൺ ആക്രമണങ്ങളും തടയാൻ 6 യുദ്ധക്കപ്പലുകൾ വിന്യസിച്ചതായി ഇന്ത്യൻ നാവികസേന. വികസിത് ഭാരത് സങ്കല്പ യാത്രയുടെ ഭാഗമായി കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി കേരളത്തിൽ. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കണ്ണൂർ മുന്നേറ്റം തുടരുന്നു. ഇന്ന് 22 വേദികളിൽ മത്സരങ്ങൾ. ഓസ്ട്രേലിയയ്ക്കെതിരായ വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം ഇന്ന്. അണ്ടർ 19 ത്രിരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ 6 വിക്കറ്റിന് പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ അഭിമാനമുയർത്തി ഇന്ത്യയുടെ പ്രഥമ സൂര്യപഠന പേടകം ആദിത്യ L1 ലക്ഷ്യത്തിൽ. ഇന്നലെ വൈകിട്ട് 4 മണിയോടെയാണ് പേടകം ലഗ്രാഞ്ച് 1 പോയിന്റിന് ചുറ്റുമായി സ്ഥിതി ചെയ്യുന്ന ഹാലോ ഭ്രമണപഥത്തിൽ എത്തിയത്. 1.5 ദശലക്ഷം കിലോമീറ്ററോളം ദൂരത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രൌണ്ട് കമാൻഡ് സെന്ററിൽ നിന്ന് മോട്ടോർ ത്രസ്റ്റർ സാങ്കേതിക ഉപകരണങ്ങളുടെ സഹായത്തോടെയാണ് ISRO പേടകം ഉയർത്തിയത്. 440 ന്യൂട്ടൺ ലിക്വിഡ് അപ്പോജി മോട്ടോറും 8 22 ന്യൂട്ടൺ ത്രസ്റ്ററുകളും 4 10 ന്യൂട്ടൺ ത്രസ്റ്ററുകളും അടങ്ങുന്ന പ്രൊപ്പൽഷൻ സംവിധാനം പ്രയോജനപ്പെടുത്തിയാണ് പേടകത്തെ ലക്ഷ്യത്തിലെത്തിച്ചത്. 2023 സെപ്റ്റംബർ 2 വിക്ഷേപിച്ച പേടകം 126 ദിവസത്തെ യാത്രയ്ക്ക് ശേഷമാണ് ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത്. ദൌത്യം വിജയിച്ചതോടെ 1ാം ലഗ്രാഞ്ച് പോയിന്റിൽ സാന്നിധ്യം അറിയിക്കുന്ന 4ാമത്തെ ബഹിരാകാശ ഏജൻസി എന്ന അതുല്യ നേട്ടവും ISRO സ്വന്തമാക്കി. ആദിത്യ L1 ദൌത്യം വിജയകരമാക്കിയ ISRO ശാസ്ത്രജ്ഞരെ രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അഭിനന്ദിച്ചു. ആദിത്യ L1 ദൌത്യവിജയം മാനവരാശിക്കാകെ മുതൽക്കൂട്ടാകുമെന്ന് രാഷ്ട്രപതി പറഞ്ഞു. സൌരയൂഥ പഠനത്തിൽ ഇത് സുപ്രധാന നാഴികക്കല്ലാണെന്നും ദൌത്യത്തിന് പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ശാസ്ത്രജ്ഞരെയും അഭിനന്ദിക്കുന്നതായും ശ്രീമതി മുർമു വ്യക്തമാക്കി. ദൌത്യത്തിലെ സ്ത്രീ പ്രാതിനിധ്യം പ്രത്യേകം പരാമർശിക്കേണ്ടതാണെന്നും രാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യൻ ശാസ്ത്രജ്ഞരുടെ അക്ഷീണമായ അർപ്പണബോധത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് ദൌത്യവിജയമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. മനുഷ്യരാശിയുടെ പുരോഗതിക്കായി ഇന്ത്യ ശാസ്ത്രത്തിന്റെ പുതിയ അതിർത്തികൾ താണ്ടുമെന്നും ഭാവിയിൽ ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ രാജ്യം വലിയ പുരോഗതി കൈവരിക്കുമെന്നും ശ്രീ മോദി പറഞ്ഞു. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗും ISRO ശാസ്ത്രജ്ഞരെ അഭിനന്ദിച്ചു. ജയ്പൂരിലെ രാജസ്ഥാൻ ഇന്റർനാഷണൽ സെന്ററിൽ നടക്കുന്ന പോലീസ് മേധാവിമാരുടെ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്നു. ഇന്നലെയും ഇന്നുമായി നടക്കുന്ന ഡയറക്ടർ ജനറൽമാരുടെയും ഇൻസ്പെക്ടർ ജനറൽമാരുടെയും അഖിലേന്ത്യാ സമ്മേളനത്തിന്റെ എല്ലാ സുപ്രധാന സെഷനുകളിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. ത്രിദിന സമ്മേളനം വെള്ളിയാഴ്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് ഉദ്ഘാടനം ചെയ്തത്. ഹൈബ്രിഡ് രീതിയിൽ നടക്കുന്ന സമ്മേളനത്തിൽ രാജ്യത്തെ DGPമാർ, IGPമാർ, സെൻട്രൽ പോലീസ് ഓർഗനൈസേഷൻ മേധാവികൾ എന്നിവർ നേരിട്ട് പങ്കെടുക്കുന്നതിന് പുറമെ രാജ്യത്തുടനീളമുള്ള വിവിധ റാങ്കുകളിലുള്ള 500-ലധികം പോലീസ് ഉദ്യോഗസ്ഥർ വീഡിയോ കോൺഫറൻസിംഗിലൂടെ പങ്കെടുക്കുന്നുണ്ട്. സൈബർ ക്രൈം, പോലീസിംഗിലെ സാങ്കേതികവിദ്യ, തീവ്രവാദ വിരുദ്ധ വെല്ലുവിളികൾ, ആഭ്യന്തര തീവ്രവാദം, ജയിൽ പരിഷ്കരണങ്ങൾ തുടങ്ങി വിവിധ പോലീസ് ആഭ്യന്തര സുരക്ഷാ പ്രശ്നങ്ങൾ സമ്മേളനത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നാളെ ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ നടക്കുന്ന പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങളുടെ മെഗാ കോൺക്ലേവിൽ പങ്കെടുക്കും. പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങളായി പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി കേന്ദ്രങ്ങൾ എന്ന വിഷയത്തിലാണ് കോൺക്ലേവ് നടക്കുക. ദേശീയ സഹകരണ വികസന കോർപ്പറേഷനുമായി ചേർന്ന് സഹകരണ മന്ത്രാലയമാണ് മെഗാ കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് സൌദി അറേബ്യയിലെത്തും. കേന്ദ്ര സഹമന്ത്രി വി മുരളീധരനും ഒപ്പമുണ്ടാകും. 2024 ഉഭയകക്ഷി ഹജ്ജ് ഉടമ്പടി ഒപ്പുവയ്ക്കുന്നതിനും കൈമാറുന്നതിനുമുള്ള പ്രതിനിധി സംഘത്തെ കേന്ദ്രമന്ത്രി നയിക്കും. സൌദി അറേബ്യയിലെ ഹജ്ജ് ഉംറ കാര്യമന്ത്രി ഡോക്ടർ തൌഫീഖ് ബിൻ ഫൌസാൻ അൽ റബിയയുമായും ശ്രീമതി സ്മൃതി ഇറാനി കൂടിക്കാഴ്ച നടത്തും. സൌദി അറേബ്യയിലെ ഇന്ത്യൻ വ്യവസായ സമൂഹവുമായും ഇന്ത്യൻ ജനതയുമായും പ്രതിനിധി സംഘം കൂടിക്കാഴ്ച നടത്തും. നാളെ ജിദ്ദയിൽ സൌദി ഹജ്ജ് ഉംറ കാര്യ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ഹജ്ജ് ഉംറ കോൺഫറൻസിന്റെ 3ാം പതിപ്പിന്റെ ഉദ്ഘാടന ചടങ്ങിൽ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി പങ്കെടുക്കും.
കടൽക്കൊള്ളയും ഡ്രോൺ ആക്രമണങ്ങളും തടയുന്നതിനായി ഇന്ത്യൻ നാവികസേന ആകെ 6 യുദ്ധക്കപ്പലുകൾ വിന്യസിച്ചതായി നാവികസേനാ മേധാവി ഹരികുമാർ. അറബിക്കടലിലെയും ഏദൻ ഉൾക്കടലിലെയും പ്രവർത്തനങ്ങൾക്കായിരിക്കും ഇവയിൽ ഏറെയും പ്രവർത്തിക്കുക. കൂടുതൽ യുദ്ധക്കപ്പലുകൾ സജ്ജമാണെന്നും ഇവയിൽ GPS ജാമറുകൾ, മിസൈൽ സംവിധാനങ്ങൾ, ലേസർ ഉപകരണങ്ങൾ എന്നിവ സജ്ജീകരിച്ചിട്ടുണ്ടെന്നും അഡ്മിറൽ അറിയിച്ചു. ഇന്ത്യൻ പൌരന്മാരെ എവിടെ നിന്നായാലും തിരികെ എത്തിക്കാൻ ഇന്ത്യൻ നാവികസേന സജ്ജമാണെന്ന് അടുത്തിടെ സൊമാലിയൻ തീരത്തുനിന്ന് തട്ടിക്കൊണ്ടുപോയ MV ലീല നോർഫോ കപ്പലിൽ നിന്ന് 15 ഇന്ത്യക്കാരടക്കം 21 ജീവനക്കാരെയും വെള്ളിയാഴ്ച ഇന്ത്യൻ നാവികസേന സുരക്ഷിതമായി രക്ഷപ്പെടുത്തിയതിനെക്കുറിച്ച് പരാമർശിക്കവെ നാവികസേനാ മേധാവി പറഞ്ഞു. എന്തു വില കൊടുത്തും കടൽക്കൊള്ള തടയാൻ നടപടിയെടുക്കാൻ നാവികസേനാ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്ത് ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്താനായി നിലവിലുള്ള നിയമ ഭരണ ചട്ടക്കൂടിൽ വരുത്തേണ്ട ഉചിതമായ മാറ്റങ്ങൾക്കായുള്ള നിർദ്ദേശങ്ങൾ പൊതുജനങ്ങളിൽ നിന്ന് ക്ഷണിച്ച് ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് ഉന്നതതല സമിതി ഈ മാസം 15-നകം ലഭിക്കുന്ന നിർദ്ദേശങ്ങളാകും പരിഗണിക്കുക. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ സെപ്റ്റംബറിലാണ് സമിതിക്ക് രൂപം നൽകിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരീക്ഷാ പേ ചർച്ചയുടെ 7ാം പതിപ്പിൽ പങ്കെടുക്കാനായി 1 കോടിയിലധികം പേർ ഇതുവരെ രജിസ്റ്റർ ചെയ്തതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം. ഈ മാസം 29-നാണ് പരിപാടി. 4000-ത്തിലധികം പേർ പ്രധാനമന്ത്രിയുമായി സംവദിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് മന്ത്രാലയം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @AllIndiaRadioNews തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന X ഹാൻഡിലും സന്ദർശിക്കാം. കേന്ദ്ര സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ യാത്രയുടെ ഭാഗമായി കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി കേരളത്തിൽ. ഇന്ന് പാലക്കാട് മങ്കര പഞ്ചായത്തിൽ അദ്ദേഹം പര്യടനം നടത്തും. ഇന്നലെ പാലക്കാട് ജില്ലയിലെ കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിലെ പര്യടനത്തിലാണ് ശ്രീ ഹർദീപ് സിംഗ് പുരി പങ്കെടുത്തത്. ഇന്നലെ തിരുവനന്തപുരം കവടിയാറിൽ നടന്ന വികസിത് ഭാരത് സങ്കല്പ യാത്രയിൽ കേന്ദ്രമന്ത്രി S ജയശങ്കർ പങ്കെടുത്തിരുന്നു. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ 174 മത്സര ഇനങ്ങൾ പൂർത്തിയായപ്പോൾ 674 പോയിന്റുമായി കണ്ണൂർ ജില്ല മുന്നേറ്റം തുടരുന്നു. 666 പോയിന്റ് വീതം നേടി കോഴിക്കോടും പാലക്കാടും തൊട്ടുപിന്നിലുണ്ട്. ഇന്ന് 22 വേദികളിലാണ് മത്സരം നടക്കുക. ജനപ്രിയ ഇനങ്ങളായ നാടകം, സംഘനൃത്തം, മിമിക്രി, മോണോ ആക്ട് തുടങ്ങിയ ഇനങ്ങളിലാണ് ഇന്ന് മത്സരം നടക്കുക. കേരളത്തിലെ 7 മെഡിക്കൽ കോളേജുകളിൽ കൂടി എമർജൻസി മെഡിസിൻ ആൻഡ് ട്രോമ കെയർ വിഭാഗം ആരംഭിക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. നിലവിൽ തിരുവനന്തപുരം, കോട്ടയം, കോഴിക്കോട്, കണ്ണൂർ മെഡിക്കൽ കോളേജുകളിൽ എമർജൻസി മെഡിസിൻ വിഭാഗമുണ്ട്. കൊല്ലം, കോന്നി, ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, തൃശൂർ, മഞ്ചേരി എന്നിവിടങ്ങളിലാണ് എമർജൻസി മെഡിസിൻ വിഭാഗം പുതുതായി ആരംഭിക്കുന്നത്. ഒരു സംഗീത കച്ചേരിയിൽ ഏറ്റവും കൂടുതൽ ഭാഷകളിൽ പാടിയതിന്റെ പുതിയ ലോക റെക്കോർഡ് സ്വന്തമാക്കി മലയാളിയായ സുജീത സതീഷ്. കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ അവബോധം വളർത്താൻ ലക്ഷ്യമിട്ടുള്ള കാലാവസ്ഥാ കൺസേർട്ടിന്റെ ഭാഗമായിരുന്നു സുജേതയുടെ പ്രകടനം. 140 ഭാഷകളിലാണ് സുജേത ഗാനങ്ങൾ ആലപിച്ചത്. സുജേതയുടെ വാക്കുകളിലേക്ക്. ഈ കഴിഞ്ഞ നവംബർ 24-ന് 140 ഭാഷകളിൽ 9 മണിക്കൂർ തുടർച്ചയായി പാടി എനിക്ക് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് ഫോർ ദ മോസ്റ്റ് ലാംഗ്വേജസ് അങ്ങനെ കോൺസേർട്ട് ലഭിച്ചു. ഒരുപാട് സന്തോഷം, അതിലേറെ അഭിമാനം തോന്നുന്നു ഇന്ത്യക്കായി ഈ ലോക റെക്കോർഡ് വീണ്ടും നേടാൻ കഴിഞ്ഞതിന്. ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിൽ വെച്ചായിരുന്നു എൻ്റെ ഈ കോൺസെർട്ട് ഫോർ ക്ലൈമറ്റ് എന്ന കോൺസെർട്ട് നടത്തിയത്. COP28 സമ്മിറ്റിന്റെ മുന്നോടിയായി. ഇതിനു മുന്നേ 2021-ൽ 120 ഭാഷകളിൽ 7 മണിക്കൂറും 20 മിനിറ്റും പാടിയിട്ട് എനിക്ക് ഗിന്നസ് റെക്കോർഡ് ലഭിച്ചിരുന്നു. ഇത്തവണ 101 ഫോറിൻ ലാംഗ്വേജസും 39 ഇന്ത്യൻ ലാംഗ്വേജസിലാണ് ഞാൻ നോക്കാതെ ലിറിക്സ് ഒന്നും റെഫർ ചെയ്യാതെ പാടിയത്. ഓസ്ട്രേലിയക്കെതിരായ വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം ഇന്ന്. 3 മത്സരങ്ങളടങ്ങിയ പരമ്പരയിലെ ആദ്യ കളിയിൽ 9 വിക്കറ്റ് ജയം നേടിയ ടീം ഇന്ത്യയ്ക്ക് ഇന്ന് ജയിച്ചാൽ പരമ്പര സ്വന്തമാക്കാം. അണ്ടർ 19 ത്രിരാഷ്ട്ര ക്രിക്കറ്റിൽ ദക്ഷിണാഫ്രിക്കയെ 6 വിക്കറ്റിന് പരാജയപ്പെടുത്തി ഇന്ത്യ. ജോഹന്നാസ്ബർഗിൽ നടന്ന മത്സരത്തിൽ 257 റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ഇന്ത്യ 48.4 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 260 റൺസ് എടുത്തു. ബ്രസീൽ ഫുട്ബോൾ താരവും പരിശീലകനുമായിരുന്ന ഇതിഹാസ ഫുട്ബോളർ മെരിയോ സെഗാലോ അന്തരിച്ചു. 92 വയസ്സായിരുന്നു. 26-ാം വയസ്സിൽ ബ്രസീൽ ദേശീയ ടീമിലെത്തിയ സെഗാലോ 1958-62 വർഷങ്ങളിൽ ലോകകപ്പ് നേടിയ ബ്രസീൽ ടീമിലെ പ്രധാന താരമായിരുന്നു. ബംഗ്ലാദേശിൽ ഇന്ന് പൊതുതെരഞ്ഞെടുപ്പ്. പാർലമെന്റിലെ 300 സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും.
രാജ്യത്തിന്റെ അഭിമാനമുയർത്തി ആദിത്യ L1 ലക്ഷ്യത്തിൽ അഭിനന്ദിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. ജയ്പൂരിൽ നടക്കുന്ന DGPമാരുടെയും ഇൻസ്പെക്ടർ ജനറൽമാരുടെയും അഖിലേന്ത്യാ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നും പങ്കെടുക്കും. കടൽക്കൊള്ളയും ഡ്രോൺ ആക്രമണങ്ങളും തടയാൻ 6 യുദ്ധക്കപ്പലുകൾ വിന്യസിച്ചതായി ഇന്ത്യൻ നാവികസേന. വികസിത് ഭാരത് സങ്കല്പ യാത്രയുടെ ഭാഗമായി കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി കേരളത്തിൽ. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കണ്ണൂർ മുന്നേറ്റം തുടരുന്നു. ഓസ്ട്രേലിയക്കെതിരായ വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം ഇന്ന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.